हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർറജീം ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് 24 മെയ് ശനിയാഴ്ച ദിവസമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അടിസ്ഥാനത്തിൽ വൈകുന്നേരം 4:30 മണിയാണ്. ഈ സമയം രാഹുദയൻ്റെ സമയമാണ്. ഖാദിയാൻ ദാറുൽ നിന്ന് ലൈവ് ഡിസ്കഷൻ പ്രോഗ്രാമായിട്ടുള്ള രാഹുദായുമായിട്ടാണ് നിങ്ങളൊപ്പം വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഈ മുഴുവൻ സീരീസിൽ ഹജ്ജിനെ സംബന്ധിച്ചും അതിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചുമാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് 27 മെയ് ഖിലാഫത്ത് ദിനത്തെ സംബന്ധിച്ച്, ഖിലാഫത്തിൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചും അതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഇവിടെ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ രാഹുദ പ്രോഗ്രാം ലൈവ് ആയതോടൊപ്പം തന്നെ ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർ ചോദ്യങ്ങൾ ഈ പരിപാടിയിൽ വെക്കാവുന്നതാണ്. ഈ ഡിസ്കഷനോടൊപ്പം തന്നെ പ്രിയ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ പാനലിൽ വെക്കുന്നതായിരിക്കും. നമ്മുടെ പണ്ഡിതന്മാർ അതിനുള്ള ഉത്തരങ്ങൾ നൽകുന്നതുമായിരിക്കും. നമ്മുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ എല്ലാ ഡീറ്റെയിൽസും നൽകിയിരിക്കുന്നു. ടെലിഫോൺ മുഖാന്തരവും അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരവും ഫാക്സ് മെസ്സേജ് മുഖാന്തരവും ഇമെയിൽ മുഖാന്തരവും നമ്മുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊപ്പം ബന്ധപ്പെടുന്ന പണ്ഡിതന്മാർ, ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹമീദ് കോസർ സാഹിബ്, മൗലാന അതാഉൽ മുജീബ് ലോൺ സാഹിബ് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം സംസാരിക്കുന്നതായിരിക്കും. ഞാൻ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഹജ്ജിൻ്റെ അതിമഹത്തായ ഉദ്ദേശങ്ങളിൽപ്പെട്ട സുപ്രധാന ഉദ്ദേശം മുസ്ലിം സമുദായത്തിലെ വ്യക്തികളിൽ പരസ്പര ഐക്യവും ഒത്തൊരുമയും ഉണ്ടാക്കുക എന്നതാണ്. എന്നാൽ ഖേദകരം പറയട്ടെ, മുസ്ലിം കക്ഷികൾക്കിടയിൽ അഭിപ്രായ വൈരുദ്ധ്യങ്ങളും ഭിന്നതകളും ദിനംതോറും വർദ്ധിച്ചു വരികയാണ്. ഒത്തൊരുമ സംജാതമാക്കുന്നതിനായി ധാരാളം സംഘടനകളും സദസ്സങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ പരാജയമല്ലാതെ ഒന്നും തന്നെ കരസ്ഥമായിട്ടില്ല. അഥവാ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരും പ്രധാനികളും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതകളെ മാറ്റിക്കൊണ്ട് ഐക്യത്തിലേക്ക് അതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള ഒരേയൊരു മാർഗം അള്ളാഹുവിനാൽ സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെടുക എന്നത് മാത്രമാകുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വഫാത്തിനു ശേഷം 1908 മെയ് 27 സ്ഥാപിതമായ 2ാം ദിവ്യശക്തി പ്രഭാവം വെളിപ്പെട്ട അത് ഖിലാഫത്തിലൂടെയാണ്. ഇന്ന് ഈ 2ാം ദിവ്യശക്തിയുടെ ശക്തി പ്രഭാവത്തിൻ്റെ 5ാമത്തെ പ്രതിനിധിയായി നമ്മുടെ മുന്നിൽ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദുല്ലാഹു തആല ബിൻ അസീസാണ് ഉള്ളത്. ഖിലാഫത്ത് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അള്ളാഹു മുസ്ലിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുകയുള്ളൂ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മൗലാന ഹമീദ് കോസർ സാഹിബിനോടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഖിലാഫത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അള്ളാഹു എന്തൊക്കെ നിബന്ധനകളാണ് പറഞ്ഞിരിക്കുന്നത്? പ്രിയ പ്രേക്ഷകരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ 5 ഘട്ടങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനെ വളരെ വിശദീകരിച്ചു അവിടുന്ന് വിവരിക്കുകയുണ്ടായി. ഈ ഉമ്മത്ത് ഒരു തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിനെ വിശദീകരിച്ചിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വളരെ വലിയ അനുഗ്രഹമാണ്
വീണ്ടും വീണ്ടും അതിന് വ്യക്തമായി അവിടുന്ന് വിരിച്ചു തന്നിരിക്കുന്നു. ഇവിടെ ഞാൻ ഇതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹജ്ജിനെ സംബന്ധിച്ചാണ് താങ്കൾ ചോദിച്ചത്. സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഹജ്ജ് നിർവഹിച്ചപ്പോൾ, ഹജ്ജത്തുൽ വിദ എന്നാണ് അതിനെ പറയപ്പെടുന്നത്, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇറങ്ങേണ്ടായി. അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും വാത്മംതു ലക്കും നിഅമതി വറദിതു ലക്കും ഇസ്ലാമ ദീന. ഇന്ന് ഈ ദീൻ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, പ്രീതിപ്പെട്ടിരിക്കുന്നു. ഈ അനുഗ്രഹീത ആയത്ത് ഇറങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, ഉമർ മാതാ യുബ്കീക, നിന്നെ എന്താണ് കരയിക്കുന്നത് എന്ന്, എന്ത് കാര്യമാണ് നിന്നെ കരയിക്കുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഹുസൂർ, ഇന്ന് നമ്മുടെ ദീന് പൂർത്തിയായിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു ഇനി വീണ്ടും കൽപ്പനകൾ ഇറങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ദീന് അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഒരു വിധത്തിലുള്ള അധ്യാപനങ്ങളും ഇറങ്ങില്ല. ഏതെങ്കിലും ഒരു കാര്യം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഉന്നതിയിലെത്തിക്കഴിഞ്ഞാൽ, പിന്നെ അതിന് ശേഷം അത് താഴോട്ട് അതിനെ താഴോട്ട് പോകുന്നു, അധപ്പതനം സംഭവിക്കുന്നു. എനിക്ക് ഈ ഒരു അധപ്പതനത്തെ സംബന്ധിച്ചാണ് എനിക്ക് ഭയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇത് ഹജ്ജിന് സംബന്ധമായിട്ടൊരു കാര്യമാണ്, സംഭവം നടന്ന കാര്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൻ്റെ നേർമാർഗത്തിന് വേണ്ടിയിട്ട് 4-5 ഘട്ടങ്ങളെ സംബന്ധിച്ച് താക്കീത് ചെയ്യുകയാണ്. പറയുകയുണ്ടായി, തക്കൂനു നുബുവത്തും മാഷാ അല്ലാഹ്, അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങളിൽ ഈ നുബുവത്തിൻ്റെ കാലഘട്ടം, എൻ്റെ ഈ ഒരു കാലഘട്ടം, ഇത് അള്ളാഹു ഇച്ഛിക്കുന്ന കാലം വരെ നിലനിൽക്കുന്നതാണ്. സുമ്മ യർഫഉല്ലാഹ തആല, അതിനുശേഷം അള്ളാഹു അതിനെ ഉയർത്തുന്നതാണ്. 11 ഹിജ്രിയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത് സംഭവിച്ചപ്പോൾ അവിടുന്ന് വഫാത്താവുകയുണ്ടായി. ഈ ഒരു കാലഘട്ടം അള്ളാഹു ആ ഒരു കാലഘട്ടം ഉയർത്തുകയുണ്ടായി. രണ്ടാമത്തെ കാലഘട്ടം അവിടുന്ന് പറയുകയുണ്ടായി, സുമ്മ തക്കൂനു ഖിലാഫത്തൻ അലാൻ മിൻഹാജുൻ നുബുവ, നുബുവത്തിൻ്റെ പാതയിൽ, അതേ രീതിയിൽ അള്ളാഹു ഖിലാഫത്തിനെ നിലനാട്ടുന്നതാണ്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാവിൻ്റെ ഖിലാഫത്തിൻ്റെ മുഖാന്തരം ഈ രണ്ടാമത്തെ കാലഘട്ടം അത് തുടങ്ങുകയുണ്ടായി. ഇത് ഖിലാഫത്തെ റാഷിദയുടെ അനുഗ്രഹീത കാലഘട്ടമാണ്. ഇത് ഏകദേശം 30 വർഷം നീണ്ടു നിൽക്കുകയുണ്ടായി. 2 വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരുന്നു. 10 വർഷം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരുന്നു. 12 വർഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരുന്നു. 6 വർഷം ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരുന്നു. 30 വർഷത്തിൻ്റെ ഈ ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. താക്കീത് ചെയ്തുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, അതായത് ഖിലാഫത്തിൻ്റെ നിബന്ധനകൾ നിങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ, നിങ്ങളതിനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ നിബന്ധനകൾ, ആ ഒരു കാലഘട്ടം അത് 30 വർഷത്തിന് ശേഷം അവസാനിക്കുന്നതായിരിക്കുന്നതാണ്. അങ്ങനെ 30 വർഷത്തിനുള്ളിൽ ആ ഒരു ഖിലാഫത്ത് അത് ഉയർത്തുകയുണ്ടായി അള്ളാഹു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു, ഇതിൻ്റെ നിബന്ധനകൾ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾ. പക്ഷേ വ്യസനകരമെന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധം സംഭവിക്കുകയും അങ്ങനെ ആ ഒരു ഖിലാഫത്തിൻ്റെ നിബന്ധനകളെ അവർ പൂർത്തിയാക്കിയില്ല. ആ ഒരു അവസ്ഥ കാരണം അങ്ങനെ ഖിലാഫത്ത് റാഷിദ അത് അള്ളാഹു ഉയർത്തുകയുണ്ടായി. 3-ാമത്തെ കാലഘട്ടം അവിടുന്ന് പറയുകയുണ്ടായി, അതിനുശേഷം മുൽക്കൻ ആദൻ, അതായത് മുറിച്ചു കളയുന്ന ഭരണങ്ങൾ വരുന്നതാണ് എന്ന്. ബനു ഉമയ്യയുടെ കാലഘട്ടം, യുദ്ധവും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലിൻ്റെയും കാലഘട്ടം. പിന്നെ ഒരു പറയുകയുണ്ടായി മുൽക്കൻ ജബരിയൻ എന്ന് പറയുകയുണ്ടായി. പിന്നെ
അതായത് വളരെയധികം അക്രമം ചെയ്യുന്ന ഭരണങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് എന്ന് പറയും. എന്നിട്ട് പറയുകയുണ്ടായി സുമ്മ തക്വനു ഖിലാഫത്തൻ അൽ മിൻഹാജ് നബുവ സുമ്മ സഖത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഒരു ഹദീസ് ബുഖാരിയിലും മറ്റുള്ള ഗ്രന്ഥങ്ങളിലുമുണ്ട്. പിന്നെ അതിനുശേഷം മിൻഹാജ് നുബുവത്താണ് അവിടുന്ന് പറയുന്നത്. അതായത് നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഒരു ഖിലാഫത്ത് വരുന്നതാണ്. അതായത് ആദ്യം ഒരു നുബുവത്ത് വരും, അതിന് ശേഷം പിന്നെ ഖിലാഫത്തായിരിക്കും. അപ്പം നുബുവത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തമായിട്ട് അവിടുന്ന് പറഞ്ഞു തരികയുണ്ടായി. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അവസാന ശരീഅത്ത് നബിയായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. റസൂൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, നാം വിശ്വസിക്കുന്നു. അവിടുന്ന് ശേഷം ഇനി ഒരിക്കലും ഒരു പുതിയ ശരീഅത്ത് കൊണ്ട് ഒരു പ്രവാചകൻ ഒരിക്കലും വരികയില്ല. ഈ ഒരു അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. ലാ നബിയ ബാദുഹു, അവിടുത്തെ ശേഷം ഒരു നബിയുമില്ല. പക്ഷേ ഈ ഒരു ശരീഅത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നബി, സിദ്ദീഖ്, സാലിഹ് ഈ ഉമ്മത്തിൽ വരാവുന്നതാണ്. ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം 1880 മുതൽ 1889 വരെ ബറാഹിൻ അഹ്മദിയ എന്നുള്ള ഗ്രന്ഥം എഴുതുകയുണ്ടായി. അതിൽ അനവധി ഇൽഹാമുകളെ സംബന്ധിച്ച് അവിടുന്ന് വിവരിക്കുകയുണ്ടായി. അള്ളാഹു എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്നല്ല. ഒരിടത്ത് അവിടുന്ന് പറയുകയുണ്ടായി, അള്ളാഹു പറയുന്നു, ലിയാ അഹ്മദു ബാറക് അള്ളാഹു ഫീക. അള്ളാഹു വഹിയായിട്ട് ഇറക്കിയാണ്. പറയുന്നു, ഹുവല്ലദി അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖി ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. ഇത് ശുദ്ധ ഖുർആൻ്റെ ആയത്താണ്. ഇതിൻ്റെ ആദ്യത്തെ പൂർത്തീകരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അവിടുത്തെ പിന്തുടർച്ചയിൽ അത് ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി ഇസ്ലാമു അതിൻ്റെ അർത്ഥമാണ്. അവിടുത്തെ പുനരാഗമനമാണ് ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അള്ളാഹു മുസ്ലിം ഇസ്ലാമിന് ഇൽഹാം ഇറക്കുകയുണ്ടായി. ഹുവല്ലദി അർസല റസൂലഹു, നീ ആ പ്രവാചകൻ തന്നെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പുനരാഗമനത്തിൻ്റെ പൂർത്തീകരണമായി വന്ന ആ പ്രവാചകൻ നീ തന്നെയാണ്. ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം ഈ ജമാഅത്തിൻ്റെ സ്ഥാപനം വെക്കുകയുണ്ടായി 1889. സുമ്മ തകുനു ഖിലാഫത്തുൻ അല മിൻഹാജു നുബുവ. ഇത് അങ്ങനെ ഈ നുബുവത്തിൻ്റെ ശൃംഖല അതിൻ്റെ കാലഘട്ടം തുടങ്ങുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ശരീഅത്ത് നിലനാട്ടുകയുണ്ടായി. അങ്ങനെ ഈ ഒരു അള്ളാഹു ഉണ്ടാക്കിയ ജമാഅത്ത് അതങ്ങനെ സ്ഥാപിതമാവുകയുണ്ടായി. 1908 26 മെയ്യിൽ ഹസ്രത്ത് മുസ്ലിം ഇസ്ലാം വഫാത്താകുകയുണ്ടായി. അങ്ങനെ ഈ നുബുവത്തിൻ്റെ കാലഘട്ടം അത് അവസാനിക്കുകയുണ്ടായി. ഹസ്രത്ത് മുസ്ലിം ഇസ്ലാം തൻ്റെ ഗ്രന്ഥത്തിൽ അൽ വസിയത്തിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഇത് ആദ്യത്തെ ശക്തിപ്രഭാവമാണ്. ഇനി രണ്ടാം ശക്തിപ്രഭാവം അത് ഉണ്ടാകുന്നതാണ്. തക്കൂനു ഖിലാഫത്തുൻ അലാ മിൻഹാജുൻ നബുവ എന്നുള്ള ആ ഒരു ശക്തിപ്രഭാവം, രണ്ടാം ശക്തിപ്രഭാവം അത് 2027 മെയ് 1908 ഉണ്ടായത്. ഹസ്രത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു ആദ്യത്തെ ഖലീഫയായിരുന്നു. സുമ്മ തക്കൂനു ഖിലാഫത്തൻ അലാ മിൻഹാജുൻ നബുവ എന്നുള്ളതിൻ്റെ പൂർത്തീകരണമായിട്ട് അവിടുന്ന് ഖലീഫയാവുകയുണ്ടായി. അതിനുശേഷം രണ്ടാമതും മൂന്നാമതും നാലാമതും ഇപ്പോൾ 5ാമത്തെ ഖലീഫയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഹസ്രത്ത് മിർസ മസ്റൂർ അഹ്മദ് സാഹിബ് അയ്യദുല്ലാഹു തആല ബിൻ നസ്രിൽ അസീസ്. അള്ളാഹു അദ്ദേഹത്തെ ഖിലാഫത്തിൻ്റെ സ്ഥാനത്ത് ഉയർത്തുകയുണ്ടായി. ഒരു കാര്യം കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതിനുശേഷം ഞാൻ എൻ്റെ ഉപസംഹരിക്കുന്നതാണ്. തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് തൻ്റെ ആ ഒരു ഭയത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ചില സഹാബാക്കളും അതിനെപ്പറ്റി പ്രകടിപ്പിക്കുകയുണ്ടായി. അതിലൊരു സഹാബി ഹുസൈഫ ബിൻ യമാമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുമായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ നന്മയിലാണ്, ഇനിയുള്ള ഷർറിൻ്റെ കാലഘട്ടം വരുമോ എന്ന് ചോദിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുമായിരുന്നു.
ഹംറാജെ റസൂർ എന്നും അദ്ദേഹത്തിന് പറയുമായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്തായാലും കാര്യം ഇതാണ്, അദ്ദേഹം ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാ, ഇത്രയധികം താങ്കൾ പറയുന്നുള്ള ഫിത്നകൾ, ഇത്ര ഫിത്നകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി ലതഫ്തരിഖന്ന ഉമ്മത്തൻ സലാസിൻ വസബഈന ഫിർഖ. അള്ളാഹുവാണ് സത്യം, ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുന്നതാണ്. ഒരു കക്ഷി അത് സ്വർഗത്തിലായിരിക്കും, മറ്റുള്ള 72 കക്ഷികളും അത് നരകത്തിലായിരിക്കുമെന്ന്. കില യാ റസൂലുള്ളാ മൻഹും, പറയുകയുണ്ടായി, അവരാരാണ്, അതായത് ആ സ്വർഗീയ കക്ഷികൾ ആരാണ്? വഹിയ ജമാഅത്തും, അതൊരു ജമാഅത്തായിരിക്കുമെന്ന്. ഹുസൈഫ ബിൻ യമാമ റളിയല്ലാഹു തആല അൻഹു എന്താണ് ഉത്തരം നൽകുന്നത് നോക്കുക. അല്ലയോ ഹുസൈഫ ബിൻ യമാമ, നീ മുഖാന്തരം ഞാൻ ആ കാലഘട്ടത്തിൽ വരാൻ പോകുന്ന മുസ്ലിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, തസാമുൽ ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമുഹു തൽസമു ജമാഅത്തു വ ഇമാമുഹും. നിങ്ങൾ അങ്ങനെയുള്ള ഫിത്നയുടെ കാലഘട്ടത്തിൽ കാണുകയാണെങ്കിൽ, 73 കക്ഷികളായി നിങ്ങൾ പിരിയുകയാണെങ്കിൽ, തൽസമു ജമാഅത്തുൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ജമാഅത്ത് ഏതാണ്? ഒരു ഇമാമുള്ള ജമാഅത്ത്. ആ ഒരു ജമാഅത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്നിട്ട് പറയുകയുണ്ടായി, ഫൈലം തക്കുനു ജമാഅത്തും വല ഇമാമുൻ, നിങ്ങൾക്കൊരു ജമാഅത്തോ അല്ലെങ്കിൽ ഒരു ഇമാമോ കിട്ടിയില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാ കക്ഷികളെയും നിങ്ങൾ ഉപേക്ഷിക്കുക. വനത്തിൽ പോയിക്കൊണ്ട് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചോട്ടിൽ പോയി ഇരുന്നു കൊള്ളുക. ഞാൻ വളരെ വേദനയോടെ മുസ്ലിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഉപദേശം, ഈ താക്കീത് ഹുസൈഫ ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാ മുസ്ലിങ്ങളോടും ഇത് പറയുകയാണ്. തൽസമു ജമാഅത്തുൽ മുസ്ലിമീന വ ഇമാമഹു, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇമാമിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഇമാം അത് വെറും ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സാഹിബ് അയ്യുല്ലാഹു തആല അസീസാണ്. അത് ഹസ്രത്ത് ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 5ാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിൻ്റെ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടുക. അല്ലെങ്കിൽ 73 കക്ഷികൾ, ആ താക്കീത് ചെയ്ത കക്ഷികൾ അള്ളാഹുവിൻ്റെ മുൾ സത്യം വിട്ടുകൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, അവരെല്ലാവരും നരകത്തിലാണ് എന്ന്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ പ്രീതിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ഒരു ജമാഅത്ത് മാത്രമാണുള്ളത്, ഈ ഒരു ഖലീഫ മാത്രമാണുള്ളത്. ഈ ഒരു ഖിലാഫത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നില്ലെങ്കിലോ അതുവരെ നിങ്ങൾക്ക് ഒരിക്കലും നബി തിരുമേനി താക്കീതിൻ്റെ മുഖാന്തരം ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ ഈ മൗലവിമാരുടെ ഫിത്നയിൽ പെട്ടുപോകരുത്. അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക, വേദനയോടെ നിങ്ങൾ ദുആ ചെയ്യുക. ഈ ഇമാമിനെ സംബന്ധിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്ക് പറഞ്ഞ് നൽകുക. ആ ഇമാമിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകുക എന്ന് നിങ്ങൾ ദുആ ചെയ്യുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയിൽ നിന്ന് നിങ്ങൾ മുഖം തിരിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസൈഫ ബിൻ യമാന് ചെയ്ത ആ ഒരു ഉപദേശം, അതിൽ നിങ്ങൾ പ്രവർത്തിക്കുക. എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഇതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ജസാക്കുമുല്ലാഹു തആല ഹസ്ന ജസാ. ഇനി അടുത്ത ചോദ്യം മൗലാന അബ്ദുൽ മുജീബ് ലോൺസാനോടാണ്. കാലത്തിൻ്റെ ഖലീഫയോടുള്ള അനുസരത്തെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖിലാഫത്തിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ കാനത്തിൻ നബൂവത്തു ഖത്തുൻ ഇല്ലാ തബിഅത്തുഹ ഖിലാഫത്ത്. ലോകത്ത് ഒരു നബി വരുമ്പോൾ അല്ലെങ്കിൽ നബി വന്നപ്പോഴെല്ലാം തന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ഖിലാഫത്ത് അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. നാം കാണുന്നു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് നൂറിൽ ഇസ്തിഖ്ലാഫിൽ 56-ാം ആയത്തിൽ പറയുണ്ടായി,
മുസ്ലിം സമുദായത്തിനും ഖിലാഫത്തിനെ സംബന്ധിച്ച് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അതേ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് വരുന്ന കാലഘട്ടത്തിൽ ഖിലാഫത്ത് ഉണ്ടായിരിക്കുന്നതാണ്, ഖിലാഫത്ത് നിലനിൽക്കുന്നതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഖിലാഫത്ത് അലാ മിൻഹാ നുബുവത്ത്, അതായത് നുബുവത്തിൻ്റെ മാതയിലുള്ള ഖിലാഫത്ത് സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ വളരെ വിശദമായി പറയുകയുണ്ടായി. അതായത് അവസാന കാലഘട്ടത്തിൽ വീണ്ടും അതേ നുബുവത്തിന് മാറത്തുള്ള ഖിലാഫത്ത് ഉണ്ടായിരിക്കുന്നതാണെന്ന്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മുഹമ്മദ് ഇസ്ലാം നിയമിതനായപ്പോൾ മസീഹ് ഇസ്ലാം വളരെ വ്യക്തമായി സ്പഷ്ടമായി ജമാഅത്ത് അംഗങ്ങൾക്ക് സുവാർത്ത നൽകുകയുണ്ടായി. ലോകത്ത് 2 ശക്തി പ്രഭാവങ്ങളുണ്ടാവുന്നത്, ഒന്ന് നുബുവത്ത്, മറ്റൊന്ന് ആ പ്രവാചകൻ്റെ മരണശേഷം ഖിലാഫത്തിൻ്റെ രീതിയിലാണ് രണ്ടാമത്തെ ശക്തി പ്രഭാവം ഉണ്ടാകുന്നത്. മസീഹ് ഇസ്ലാം പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ ഒരു കുദ്റത്താണ്, എനിക്ക് ശേഷം മറ്റ് ചില ശക്തി പ്രഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ ശക്തി പ്രഭാവം എന്ന നിലയിൽ. ഈ സുവാർത്തകളെയും പ്രവചനങ്ങളെയും അനുസരിച്ച് ജമാഅത്ത് അഹ്മദിൽ ഖിലാഫത്ത് നിലനിൽക്കുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിതമാകുന്നത്? ഇത് സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മസീഹ് ഇസ്ലാം പറയുന്നു, ഖലീഫ യഥാർത്ഥത്തിൽ റസൂലിൻ്റെ പ്രതിരൂപമാകുന്നു. ഒരു മനുഷ്യനും സ്ഥിരമായി ജീവിക്കുന്നവനല്ല. അതുകൊണ്ട് അള്ളാഹു ആഗ്രഹിക്കുന്നത് റസൂലിൻ്റെ അസ്തിത്വത്തെ മുഴുവൻ ലോകത്തിനു വേണ്ടിയും നേരത്തെക്കാളും ഉത്തമമാകുന്നു. അവരുടെ പ്രതിരൂപം എന്ന നിലയിൽ ഖിയാമത്ത് വരെ അത് നിലനിൽക്കാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു ഖിലാഫത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകം ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഈ നുബുവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് പിന്തള്ളപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. ഇത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ്. എന്തുകൊണ്ടാണ് ഖിലാഫത്തിൻ്റെ ആവശ്യം എന്താണെന്നും മനസ്സിലാക്കി തരുന്നു. ചുരുക്കത്തിൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ഖിലാഫത്ത് സ്ഥാപിതമാകുന്നത് നബിയുടെ അനുഗ്രഹത്തെ തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. എത്ര വലിയൊരു പദവിയാണിത്! ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഈ ഉദ്ധരണിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ അനുഗ്രഹങ്ങളെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിൽ നിന്ന് പ്രയോജനമെടുക്കുക, എങ്ങനെയാണ് അതിനെ ഗുണപ്പെടുത്തുക? അതിന് ഓരോ മാർഗ്ഗമേ ഉള്ളൂ, അത് അനുസരണമാകുന്നു. ഖിലാഫത്തിനോടൊപ്പം സ്വയം തങ്ങളെ അനുസരണത്തോടൊപ്പം എത്രത്തോളം ദൃഢമായി ബന്ധിപ്പിക്കണമെന്നാൽ അത് അതിന് അളവുകൾ മറ്റൊന്നിലും നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കില്ല. അത് ഖലീഫത്തുൽ മസീഹ് അവൽ റളിയല്ലാഹു തആല അൻഹു വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇമാമിൻ്റെ കയ്യിൽ സ്വയം തന്നെ എപ്രകാരം സമർപ്പിക്കണമെന്നാൽ ഒരു ജനാസ ആ കുളിപ്പിക്കുന്നവരുടെ മുന്നിൽ കിടക്കുന്ന പോലെ ആയിരിക്കണം. അത് ആ കുളിപ്പിക്കുന്നവരായിരിക്കും തീരുമാനം എങ്ങോട്ട് മറിക്കണം, എങ്ങോട്ട് തിരിക്കണം എന്നുള്ളത്, എപ്പോഴാണ് കൈ ഉയർത്തേണ്ടത്, എപ്പോഴാണ് കൈ ഉയർത്തേണ്ടതെല്ലാം. അപ്പോൾ ആ ജനാസ മയ്യത്തിനൊന്നും അതിന് ഉണ്ടായിരിക്കില്ല, എല്ലാം ആ കുളിപ്പിക്കുന്നവരായിരിക്കും ചെയ്യുന്നത്. പറയുന്നു, ആ രീതിയിലായിരിക്കണം നാം നമ്മുടെ ഇമാമിൻ്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. ആ ഇമാമിന് മുന്നിൽ സ്വയം നമ്മളെ സമർപ്പിക്കേണ്ടതാണ്. ആ അനുസരണമായി സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. അതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇസ്തിഖ്ലാഫ് ആയത്ത് ഞാൻ പറഞ്ഞത് 56-ാം ആയത്ത്. ഈ ആയത്തിന് അതിന് മുമ്പാണ് അള്ളാഹു അനുസരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നു, കുൽ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹിമാ ഹുമ്മില വ അലൈക്കും മാ ഹുമ്മിൽത്തും വൈൻ തുതിഉ തഹ്തദു വമാ അല റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. നൂറിലെ 55-ാമത്തെ ആയത്താണ്. എന്ന് പറയുക, അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക. അഥവാ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ആ റസൂലിന് ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കുന്നതാണ്. റസൂലിന് അത് സന്ദേശം എത്തിക്കുക എന്നുള്ള ചുമതല മാത്രമേ ഉള്ളൂ. ഇതിൽ അനുസരണ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് റസൂലിനോടുള്ള. ഞാൻ പറയുകയുണ്ടായി, റസൂലിന് ശേഷം ഖിലാഫത്ത് അതേ മാതൃകയിലാണ് വരുന്നത്. ഖിലാഫത്ത് അല മിൻഹാജ് നുബുവത്തിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഖിലാഫത്ത് അല മിൻഹാജ് നുബുവത്ത് എന്നതിൻ്റെ അർത്ഥം ആ ഖിലാഫത്ത് ആ റസൂലിൻ്റെ അനുഗ്രഹങ്ങളെ തുടർന്നു കൊണ്ടുപോകുക എന്നുള്ളതാണ്.
ഏതുപോലെ റസൂലിനെ നാം അനുസരിക്കണമോ അതേപോലെ ആ പ്രതിനിധിയായ റസൂലിൻ്റെ പ്രതിനിധിയായ ഖലീഫയെ അനുസരിക്കേണ്ടതാണ്. ഈ ഒരു വിഷയത്തെ വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അഫല യൻസൂറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്. മസീഹ് ഇസ്ലാം ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ ആയത്തിൽ ഇമാമിൻ്റെ ഖലീഫയുടെയും അനുസരണത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഹുദൂർ പറയുന്നു, ഒരു ഒട്ടകത്തിന് വേണ്ടി പല വാക്കുകളും വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. ജമലുൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇബ്ലുൻ എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ ഒട്ടകത്തെ കൂട്ടത്തെയാണ് അത് പറയുന്നത്, ഇബിൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ലൈനിൽ ഇങ്ങനെ അവർ പോകുന്ന സമയത്ത് ഏറ്റവും മുമ്പിൽ ഒരു ഇമാമുണ്ടാകും, മറ്റുള്ള പിറകിൽ മറ്റുള്ളവരും തന്നെ അതിൻ്റെ ആ കാൽപ്പടികളെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇതിൽ ഈ യൻദുറൂൻ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നോക്കുക, ആ ഒട്ടകങ്ങളിലേക്ക് നോക്കുക എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് അതിൽ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക എങ്ങനെയാണ് അവ അനുസരണം കാണിക്കുന്നത്. നീണ്ട നിരയിൽ അത് മുന്നിലുള്ള ഒട്ടകത്തിന് ഒപ്പം തന്നെ പോകണം എന്നുള്ള അവർ അറിയുന്നത്. അത് വളരെ നീണ്ട നിരയിലാണെങ്കിലും അതിന് പറയും ഒന്നായ അനുസരണയോട് പോകുന്നു. അതാണ് ഇത്താത്തിൻ്റെ ആ പാഠമാണ് കാണിച്ചിരിക്കുന്നത്. അനുസരണത്തിൻ്റെ എങ്ങനെ അനുസരിക്കണമെന്നുള്ളത് കാണിച്ചിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകൾ ഇത് സംബന്ധിച്ച് ഈ അനുസരണത്തെ സംബന്ധിച്ചൊക്കെ കാണാൻ സാധിക്കും. എങ്ങനെയാണ് അനുസരിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടത്. ബുഖാരിയിലുള്ള ഹദീസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സമു വത്താഅതു അലൽ മർഇൽ മുസ്ലിമി ഫീമ അഹബ്ബ വകരിഹ മാലം യുമൻ മാസ്. കേൾക്കുക, അനുസരിക്കുക ഒരു മുസ്ലിമിൻ്റെ കടമയാണ്. ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നിഷേധിക്കുന്ന ഏതെങ്കിലും കൽപ്പനകളുണ്ടോ അതിന് മാത്രം അനുസരിക്കേണ്ടതില്ല. അല്ലാതെ ബാക്കിയെല്ലാം നിങ്ങൾ കേൾക്കുക, അനുസരിക്കുന്നത് മാത്രമാണ് മുസ്ലിമിൻ്റെ കടമ. ഒരു ഖലീഫ് ഒരിക്കലും മാസിയത്തിൻ്റെ, അതായത് അനുസരണക്കേടിൻ്റെ ഉൽപ്പന്നം നൽകുകയില്ല. നബിയുടെ അധ്യാപനങ്ങളാണ് ഖലീഫ പ്രചരിപ്പിക്കുന്നത്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഖലീഫയുടെ അല്ലാതെ റസൂലിൻ്റെ കൽപ്പനകൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് അനുസരിക്കേണ്ടതാണ്. മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു, ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും എല്ലാ നിലയിലും എപ്പോഴും അനുസരണം നിർബന്ധമാണ്. ഒന്നും തന്നെ നമ്മൾ തിരിച്ചു പറയാൻ പാടില്ല. മറ്റൊരു ഹദീസിൽ പറയുന്നു, ഊസിക്കും ബി തഖ്വല്ലാഹി വസ്സമി വത്താഅ. ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയഭക്തി സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ വസ്സമി വത്താഅത്തി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക, ഇതിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യുന്നു. ഇപ്പോൾ മൗലാന കൗസർ സാബ് ഹദീസ് കേൾപ്പിച്ചിരുന്നു. അതിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിലാഫത്തോടുള്ള ആ ബന്ധം, ആ ഖിലാഫത്തിൻ്റെ അനുസരണത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ സ്വയം നാം സമർപ്പിക്കേണ്ടത്, ആ ഖിലാഫത്തുമായി ബന്ധിപ്പിച്ച് നിർത്തേണ്ടത്. ധാരാളം ഹദീസുകളുണ്ട്. അതിനെ ഞാൻ ചുരുക്കി പറഞ്ഞുകൊണ്ട് ഒരു അമീറുൽ മുഅ്മിനീൻ അയ്യൂബ് ബിൻ നസർ അസീസിൻ്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കുകയാണ്. അവസാനത്തിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹുസൂർ പറയുന്നു, ഈ ഒരു രഹസ്യം, ഇതാണ് ഒരു രഹസ്യം. ഹുസൂർ പറയുന്നു, ഈ ഒരു രഹസ്യം മാത്രമാണ് ജമാഅത്തിൻ്റെ വളർച്ചയുടെ അനിവാര്യമായിട്ടുള്ളത്. എല്ലാവരും അത് അനുസരിക്കേണ്ടതാണ്. ജമാഅത്തിലെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നവർ അത് മനസ്സിലാക്കേണ്ടത് ജമാഅത്തിലെ ഓരോ അംഗങ്ങൾക്കും അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പല തെറ്റായ ചിന്തകളും ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാം അത് അനുസരിക്കേണ്ടതെന്ന് പലരും പല ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. എന്ത് ഖിലാഫത്തിന് എന്തിനെ അനുസരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്തിന് നാം അത് പരിപൂർണ്ണം അനുസരിക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഹുസൂർ പറയുന്നു, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കൂടുതലായി നമ്മൾ ഈ അനുസരണത്തിൻ്റെ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹുസൂർ പറയുന്നു, ഇത്തരത്തിൽ ചിന്തിക്കുന്നവർ എന്തിനാണ് നമ്മളെ നിർബന്ധിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ല? ഹുസൂർ പറയുന്നു, ഒരു അഹമ്മദി മുസ്ലിം ഓർക്കേണ്ടത് ഇസ്ലാം
എല്ലാ അനുവദനീയമായ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം സ്വാതന്ത്ര്യം ഇസ്ലാം തന്നിട്ടോ മറ്റൊരു മതവും തന്നിട്ടില്ല. പക്ഷെ അതിനെതിരായിട്ടല്ല, ചില പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ധാർമ്മിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണത്, ജമാഅത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയിട്ടാണ്, ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണത്. അതിനുള്ളിൽ നാം നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി വസ്സലാം അനുസരണത്തെ സംബന്ധിച്ച് പറയുന്നു, അനുസരണം സത്യഹൃദയത്തോടു കൂടി നാം വയ്ക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രകാശവും നമ്മുടെ ആത്മാവിലൊരു വെളിച്ചമുണ്ടാകുന്നു. അനുസരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം, അത്രത്തോളം പ്രയത്നത്തിനില്ല. വളരെ മസീഹ് വസ്സലാമിൻ്റെ വളരെ പ്രശസ്തമായ ഒരു വാക്യമാണത്, വളരെ ചിന്താർഹമായ കാര്യമാണ്. എല്ലാ അഹമ്മദികളും ഇത് സംബന്ധിച്ച് വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ഹുസൂർ പറയുന്നു, എന്നാൽ സത്യഹൃദയത്തോടെ ആയിരിക്കണം അനുസരണം എന്നുള്ള നിബന്ധനയാവുന്നു. തൻ്റെ ശാരീരികമായ ഇച്ഛകളെ ഇല്ലാതാക്കുകയാണ് അനിവാര്യം. ഇതില്ലാതെ ഒരിക്കലും തന്നെ അനുസരണം ഉണ്ടാവുന്നതല്ല. ശാരീരിക ഇച്ഛകൾ അത് പല ആൾക്കാരുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നതാണ്. അനുസരണമില്ലാത്തതുവരെ ഒരു ജമാഅത്തിന് ജമാഅത്ത് എന്ന് പറയാൻ സാധ്യമാവുന്നതല്ല. ഈ ഒരു അനുസരണമാണ് നമ്മളിലുള്ള ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടത്, ഖിലാഫത്തിന് വേണ്ടി പ്രകടിപ്പിക്കേണ്ടത്. ഈ ഒരു അളവുകോലിലേക്ക് നാം എത്തുമ്പോൾ, നിലവാരത്തിൽ നാം എത്തുമ്പോൾ ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് പ്രയോജനം എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാ വഹസനുൽ ജസാ. പ്രിയ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങളും ടെക്സ്റ്റ് മെസ്സേജ് മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു ചോദ്യം വായിച്ചു കേൾപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമീൻ അഹമ്മദ് സാഹിബ് നേപ്പാളിൽ നിന്ന് ചോദിക്കുന്നു, നമ്മുടെ അഹമ്മദികൾക്ക് ചില എളുപ്പമുള്ള കാര്യം പറഞ്ഞു തരിക, ഖലീഫയുമായിട്ട് നമ്മുടെ ബന്ധം സുദൃഢമാവാൻ വേണ്ടിയിട്ടുള്ള ചില ഐഡിയകൾ പറഞ്ഞു തന്നാലും, ഖലീഫത്തുൽ മസീഹിൻ്റെ സഹായികളായി തീരാൻ വേണ്ടിയിട്ട്. ബഹുമാനപ്പെട്ട ഹമീദ് കോസസ് സാഹിബിനോട് ചോദിക്കുന്നു. ഈ സുഹൃത്ത് നേപ്പാളിൽ നിന്ന് ചോദിച്ച ചോദ്യം അദ്ദേഹം മുഖാന്തരം മുഴുവൻ ജമാഅത്ത് അംഗങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആദ്യം സൂറത്തുൽ ഫാത്തിഹ അത് പാരായണം ചെയ്യുക. അതിനുശേഷം സലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അതിനുശേഷം ഹുസൂർ അയ്യദുല്ലാഹു തആല ബിൻ അസീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ അയ്യദ് ഇമാമന ബിറുൽ ഖുദൂസ് വ ബാരിക് ലനാ ഫി അംരി വ ഉംരി. അല്ലാഹുമ്മ അയ്യദ് ഇമാമന ബിറൂഹിൽ ഖുദൂസ് വ ബാരിക് ഫി അംരിഹി വ ഉംരി. എത്രത്തോളം നിങ്ങൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആ ഒരു വേദനയോടെ കൂടി ദുആ ചെയ്യുന്നു, അള്ളാഹു അത് കേൾക്കുന്നു. അവനറിയുന്നു, അവൻ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നവനാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര അധികം ഹുസൂറിന് വേണ്ടിയിട്ട് വേദനയോട് നിങ്ങൾ ദുആ ചെയ്യുന്നു അവനറിയുന്നു. എത്ര അധികം നിങ്ങൾ വേദനയോട് ദുആ ചെയ്യുന്നു അത്രയധികം അള്ളാഹു ഖലീഫത്തുൽ മസീഹിൻ്റെ ദുആകൾ അത് നിങ്ങളുടെ പക്ഷത്തിൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ്. അള്ളാഹുവാണ് ദുആ സ്വീകരിക്കുന്നത്. അവനറിയുന്നതാണ്. നിങ്ങൾ അള്ളാഹു അറിയാം നിങ്ങൾക്ക് ഖലീഫത്തുൽ മസീഹിനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. അപ്പോൾ ഏറ്റവും വലിയ മാർഗം ഇങ്ങനെ രീതിയിൽ ദുആ ചെയ്യുകയും അങ്ങനെ അവസാനം ആ ഒരു ഖലീഫത്തുൽ മസീഹിന് വേണ്ടി ദുആ ചെയ്യുക എന്നാണ്. ഒരു പ്രാവശ്യം ഹസ്രത്ത് ഭായി അബ്ദുറഹ്മാൻ സാഹിബ് ഖാദിയാനി റളിയല്ലാഹു തആലാൻ്റെ സഹാബിയാണ്. മസീഹ് ഇസ്ലാം ചോദിക്കുകയുണ്ടായി, ഹുസൂർ താങ്കൾ മുകളിൽ ദുരൂദ് സലാത്ത് ചൊല്ലുന്നതിൻ്റെ എന്താണ് രീതി? അവിടുന്ന് പറയുകയുണ്ടായി മസീഹ് ഇസ്ലാം, സലാത്ത് ചൊല്ലേണ്ട രീതി ഇങ്ങനെയാണ്. നിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ സലാത്ത് ചൊല്ലുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അപ്പോൾ ആലി മുഹമ്മദിൻ്റെ കുടുംബം എന്ന് പറയുന്നതിൽ ഞാനും അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സലാത്ത് ചൊല്ലുന്നതിൽ ഞാനുമുണ്ട് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ ബന്ധം അത് ദുആയുടെ ഫലമായിട്ടായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം സമയന വാത്തന, ഖലീഫ വക്ത് എന്ത് നിർദ്ദേശമാണ് നൽകുന്നത് അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് നിങ്ങൾ ചോദിക്കുക. നിൻ്റെ ഖലീഫയാണ് ഈ ഒരു കൽപ്പന നൽകിയിരിക്കുന്നത്, എനിക്ക് പരിപൂർണമായിട്ട് അതിനനുസരിക്കാനുള്ള തൗഫീഖ് നൽകുക എന്ന് ദുആ ചെയ്യുക. ഖലീഫത്തുൽ മസീഹ് അയ്യുല്ലാഹു തആല ബിൻ അസീസ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ജമാഅത്തിൻ്റെ ഉള്ള ചില കാര്യങ്ങൾ, ചില ബലഹീനതകൾ, കാരണം അവിടുന്ന് ജമാഅത്തിൻ്റെ ആത്മീയ രോഗങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. അവിടുന്ന് പറയുകയുണ്ടായി ഇന്നത്തെ ഈ ഒരു പ്രസംഗത്തിൽ, ഖുത്ബയിൽ ഒരു വലിയൊരു കാര്യം പറയുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, അതായത് നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഖിദ്മത്ത് ചെയ്യരുത്, സേവനം ചെയ്യരുത്, തൻ്റെ അഹങ്കാരത്തിൽ നിങ്ങൾ മാറി നിൽക്കുക എന്ന്. അങ്ങനെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണെന്ന്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, എന്താണോ അവിടുന്ന് പറയുന്നത് ഖലീഫത്തുൽ മസീഹ്, അതിനെ നോട്ട് ചെയ്യുകയും അതിനെ അനുസരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. തങ്ങളുടെ മക്കളുടെ മുമ്പിലും അത് വായിച്ചു കൽപ്പിക്കുക. വിർച്വൽ മീറ്റിങ്ങൾ ഹുസൂർ അതായത് സമകാലിക കാര്യങ്ങളെ സംബന്ധിച്ചും പല ചോദ്യങ്ങൾക്കും അവിടുന്ന് ഉത്തരം നൽകുന്നു. അത് പ്രത്യേകമായിട്ട് അത് കുട്ടികളെ കേൾപ്പിക്കുക. അത് അവരുടെ പരിശുദ്ധി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ശൈത്താനികപരമായിട്ടുള്ള ചിന്തകൾ അതിൻ്റെ ഒപ്പം തന്നെ അതിനെ പരിശുദ്ധീകരിക്കുന്നതാണ് ഈ ഒരു എല്ലാ വിർച്വൽ മുലാഖാത്തുകൾ. അപ്പോൾ ഖലീഫത്തുൽ മസീഹുമായിട്ട് നിങ്ങളുടെ ബന്ധം നിങ്ങൾ എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു, ഖലീഫത്തുൽ മസീഹിൻ്റെ ദുആകൾ നിങ്ങളുടെ മുകളിൽ അത് പൂർത്തിയാവുന്നതാണ്. ഖലീഫത്തുൽ മസീഹുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം അത് വർദ്ധിക്കുന്നതാണ്. അങ്ങനെ ഏറ്റവും വലിയ ഒരു സഹായിയായി മാറുന്നതാണ് നിങ്ങൾ ഖലീഫത്തുൽ മസീഹിൻ്റെ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. മറ്റൊരു ചോദ്യം പ്രേക്ഷകരെ നിന്ന് ലഭിച്ചിരിക്കുന്നത് അത് ഞാൻ വായിച്ചു കൽപ്പിക്കുകയാണ്. ജഫർ മഹമ്മൂദ് സാഹിബിൻ്റെ ചോദ്യമാണ്. പറയുന്നു, വിനീതിൻ്റെ ചോദ്യം ഇതാണ്: നുബുവത്തിന് മുന്നേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എന്ത് മതമായിരുന്നു, ഏത് ദീനായിരുന്നു അവിടുന്ന് പിന്തുടരുന്നത്? അത് ആൽ മുജീബ് ലോൺ സാഹിബിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു തന്നാലും. ജസാക്കുമുല്ലാ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അഫ്സലുർ റസൂൽ, ഏറ്റവും വലിയ റസൂൽ, അതുപോലെ തന്നെ ഖാത്തമുൻ നബീൻ എന്നുള്ള സ്ഥാനം നൽകിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഏകദൈവ വിശ്വാസിയായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും സാധ്യമല്ല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തിന് മുന്നേ ഏതെങ്കിലും ഷിർക്ക് ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ചരിത്രം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്. ഒരു ചെറിയൊരു സംഭവം പോലും നമുക്ക് ലഭിക്കുന്നില്ല അവിടുന്ന് ഷിർക്ക് ചെയ്തു എന്ന്. ഒരു വിധത്തിലുള്ള അങ്ങനെ സംഭവം നമുക്ക് ലഭിക്കുന്നില്ല. കാബയിൽ 300-ൽ പരം ബിംബങ്ങളുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങൾ എന്നും ഓരോരോ ബിംബങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ആരാധിക്കുമായിരുന്നു. പക്ഷേ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം നമുക്ക് ലഭിക്കുന്നില്ല ചരിത്രത്തിൽ നിന്ന്. ഒരു ബിംബത്തിൻ്റെ മുന്നിൽ കുനിയുന്നതായിട്ട് ഒരു സംഭവം നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നു കാബയിൽ പോയിക്കൊണ്ട് സജ്ദ ചെയ്യുന്നതായിട്ട് സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിലായിട്ടാണ് സുജൂദ് ചെയ്യുന്നത്. നുബുവത്തിൻ്റെ വാദത്തിന് മുന്നേ ഇബ്രാഹീമിൻ്റെ ദീൻ എന്ന ഒരു മതമുണ്ടായിരുന്നു മക്കയിൽ. അതിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളുണ്ടായിരുന്നു. അതിലായിരുന്നു അവിടുന്ന് പ്രവർത്തിച്ചിരുന്നത്. വിശുദ്ധ ഖുർആനിൽ വരുന്നു, ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. അതായത് ഇബ്രാഹിമിൻ്റെ ആ ഒരു മതം, ആ ഒരു ദീന്, അത് ഹനീഫാണ്. അതിൽ അള്ളാഹുലേക്ക് കുനിയുന്നവനാണ്. അള്ളാഹുലേക്ക് കുനിയുന്ന ആ ഒരു ദീന്, അതായിരുന്നു അവിടുന്ന് സ്വീകരിച്ചത് നുബുവത്തിന് മുന്നേ. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ്, എല്ലാ സ്ഥലത്തും മുഴുവൻ ഭാഗത്തും ഷിർക്കായിരുന്നു. മുശ്രിക്കീങ്ങൾ ഓരോ ദിവസവും ഓരോ ബിംബങ്ങൾ എടുത്തുകൊണ്ട് പൂജ ചെയ്യുമായിരുന്നു. പക്ഷെ അവിടുന്ന് ഒരു റിവായത്തിൽ പോലും, ഒരു ചരിത്രത്തിൽ നിന്നും അവിടുന്ന് ഷിർക്ക് ചെയ്തു എന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹു തുടക്കത്തിൽ മുതൽ തന്നെ, ചെറുപ്പം മുതൽ തന്നെ ഏകദൈവവിശ്വാസിയാക്കിയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാക്കിയിരിക്കുന്നു. ഏകദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അങ്ങനെ
അതിൻ്റെ ഒരു തബ്ലീഗായിരുന്നു. അതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മിഷനാവേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ അവിടുന്ന് അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശിർക്കിൽ നിന്ന് രക്ഷിക്കുകയുണ്ടായി. അങ്ങനെ അവിടുന്ന് ഏകദൈവ വിശ്വാസത്തിലായിരുന്നു നുബുവത്തിൻ്റെ മുന്നേയും അതിന് ശേഷവും നിലകൊള്ളത്. ഒരിക്കലും ഷിർക്കിൽ അവിടുന്ന് നിലകൊണ്ടില്ല. ജസാക്കുമുല്ലാഹു വസ്സൽ ജസാ. പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അടുത്ത ചോദ്യം ഹമീദ് കോസ് സാഹിബിനോടാണ്. നമുക്ക് അറിയാം ഈ ഒരു സീരീസിൻ്റെ അതിൻ്റെ വിഷയം ഹജ്ജിനെ സംബന്ധിച്ചാണ്. ഹജ്ജിൻ്റെ ഒരു വലിയ ബർക്കത്ത് അത് ഖുത്ബത്തുൽ വിദ എന്നുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുത്ബ നൽകുകയുണ്ടായി. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഒരു വലിയ ഒരു പ്രമാണമാണ് അവിടെ നിന്ന് നൽകിയിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നാലും സയ്യിദുന ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ദിൽഹജ്ജ 11 ഹിജരിയിൽ ഈ ഖുത്ബ, ഈ പ്രസംഗം അറഫാത്ത് മൈതാനത്തിൽ നൽകുകയുണ്ടായി. ഇന്ന് മസ്ജിദ് നബ ഉള്ള സ്ഥലത്താണ്. ഏകദേശം എല്ലാ വർഷവും അവിടെയുള്ള പ്രസംഗം നൽകുമ്പോൾ ഈ ഒരു ഖുത്ബ വീണ്ടും അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്നു, വീണ്ടും അദ്ദേഹം അത് വായിച്ച് കേൾപ്പിക്കുന്നു. പക്ഷെ അതിനെ പ്രവർത്തിക്കുന്നത് എന്താണ്? 2% പോലും അതിൽ പ്രവർത്തിക്കുന്നില്ല, അതിനനുസരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എനിക്കറിയില്ല അടുത്ത വർഷം ഈ സ്ഥലത്ത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്തവും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവൻ്റെയും സംരക്ഷിക്കുക എന്നുള്ളത് ഏതുപോലെ ഈ ഒരു ദിവസം ഈ ഒരു മാസത്തെയും നിങ്ങൾ ബഹുമാനിക്കുന്നു, ആ രീതിയിൽ നിങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ജീവൻ സംരക്ഷിക്കുക നിർബന്ധമാണ്. അതായത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ ജീവനും അതുപോലെ തന്നെ അവൻ്റെ സമ്പത്തും ഹറാമാണ് അവന്. അതിനെ സംരക്ഷിക്കുക എന്നുള്ള അവന് നിർബന്ധമാണ്. പക്ഷെ നിങ്ങൾ നോക്കുക, ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ തമ്മിൽ യുദ്ധവും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുമാണ്, ഫസാദുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ എവിടെയാണ് അനുസരണം ഉള്ളത്? ഇത് വായിച്ചു കേൾപ്പിക്കുന്നതിൻ്റെ എന്തുപകാരമാണ് അവർക്കുണ്ടാകുന്നത്? ഇതിൽ പ്രവർത്തിക്കുന്നവനും അതുപോലെ തന്നെ അത് അനുസരിപ്പിക്കുന്ന ഒരു വ്യക്തിയും അവർക്കില്ല. അതായത് റസൂലോ അല്ലെങ്കിൽ ഖലീഫയോ ആണ് അത് അനുസരിപ്പിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി അവർക്കില്ല. പക്ഷേ ഇത് അനുസരിപ്പിക്കുന്ന ഒരു നേതൃത്വം അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആത്മീയ ബലഹീനതകളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു വ്യക്തി അവർക്കുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അല്ലയോ ജനങ്ങളെ കേൾക്കുക, സ്ത്രീകളുടെ മുകളിൽ ചില അവകാശങ്ങളുണ്ട്. പുരുഷന്മാരുടെ മുകളിൽ ചില സ്ത്രീകളുടെ അവകാശങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും ചില അവകാശങ്ങളുണ്ട്. അതായത് അവകാശം എത്രത്തോളമുണ്ടോ അത്രത്തോളം മാത്രം അവകാശം എടുക്കുക, അത്രത്തോളം അവകാശം കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഇന്ന് നോക്കുക, ചില സ്ഥലങ്ങളിൽ അവകാശങ്ങൾ നൽകപ്പെടുന്നില്ല, ചില സ്ഥലങ്ങളിലാണെങ്കിൽ അവകാശത്തിൽ അതിൽ കൂടുതൽ അവകാശം. ആയിരക്കണക്കിന് ഫിത്നകളും ഫസാദങ്ങളുമാണ് ലോകത്തുള്ളത്. ഖുത്ബയിൽ അവിടുന്ന് പറയുകയുണ്ടായി, അവസാന ഖുത്ബയിൽ ഈ ഫിത്നയിൽ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് എന്ന് പറയുകയുണ്ടായി. അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഉപേക്ഷിച്ച് പോകുന്ന കാര്യം അതിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. അതെന്താണ്? കിതാബ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അതുപോലെ തന്നെ സുന്നത്ത്, എൻ്റെ സുന്നത്തുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത്, അതിനെ മുറുകെ പിടിക്കുക. ഇന്ന് ആ ഒരു പരിശുദ്ധ ഭൂമിയിൽ എന്താണ് നടക്കുന്നതെന്ന് അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമല്ല. ആ ഒരു TV ചാനലിൽ എന്താണ് അതിൽ കാണിക്കുന്നത് അതിനെ സംബന്ധിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിനുശേഷം പിന്നെ പറഞ്ഞ കാര്യം, ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അതിന് ബന്ധമുണ്ട്. തൻ്റെ ഹിജ്ജത്തുൽ വിദായിൽ അവസാനമായിട്ടുള്ള ഒരു പ്രസംഗം അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു,
അള്ളാഹുമ്മ ഹൽ ബല്ലക്തു, അള്ളാഹുമ്മ ഹൽ ബല്ലക്തു 2-3 പ്രാവശ്യം അത് കേൾപ്പിക്കുകയുണ്ടായി. അവിടെയുള്ള ആൾക്കാർ കേൾക്കുന്നത് പക്ഷേ അവർക്ക് മനസ്സിലാവുന്നും കൂടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നു, യാ യുഹർ റസു ബല്ലിഗ മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. അല്ലയോ നബി, എന്താണ് നിൻ്റെ മുകളിൽ ഇറക്കപ്പെടുന്നത്, ബല്ലിഗ് അതിനെ നീ എത്തിക്കുക ജനങ്ങളിലേക്ക്. അവിടുന്ന് ചോദിക്കുകയാണ്, ഹൽ ബല്ലഗ്തു, ഞാനെന്താ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ഞാൻ പൂർത്തിയാക്കിയോ, ഞാൻ സന്ദേശം എത്തിച്ചോ? ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയ ഒരു സന്ദേശമാണ്. എനിക്ക് നൽകിയിട്ടുള്ള ഈ കൽപ്പന ബല്ലിഗ് മാ ഉൻസില ഇലൈക, ഇത് ഇസ്ലാമിൻ്റെ സന്ദേശത്തെ എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമിയ, എൻ്റെ നുബുവത്ത് എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളത് അത് മുസ്ലിങ്ങളുടെ നിർബന്ധ കടമയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ് മുഴു ലോകത്തിനും അയച്ചിരിക്കുന്നത്. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടം തുടങ്ങുകയുണ്ടായി. സുമ്മ തക്കൂനു ഖിലാഫത്തൻ അലാ മിൻഹാജ് നബിയുടെ കാലഘട്ടം. നുബുവത്ത് നിങ്ങൾ പറയുന്നു, ഖത്മ നുബുവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇബ്ലാഗ് നുബുവത്ത് തബ്ലീഗിനെയും അവർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ദീനിൻ്റെ എല്ലാ തബ്ലീഗിൻ്റെ കാര്യങ്ങളെയും അവർ മുറിച്ചു കളയുന്നു, അതിനെ തടയുന്നു. പക്ഷേ സുമ്മ തക്കൂനു ഖിലാഫത്തൻ എന്നുള്ള കാര്യമെത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഇതാണ്, അത് ഇസ്ലാമിനെ ലോകത്തേക്ക് എത്തിക്കുക എന്നാണ്. ഇബ്ലാഗ് ഇസ്ലാമാണ് അതിൻ്റെ ഉദ്ദേശം. അതിനെ വീണ്ടും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി വസല്ലം ഇതിനെ തുടങ്ങുകയുണ്ടായി. ഈ ഒരു ദൗത്യത്തെ ഞാൻ തുടക്കത്തിൽ ഉദാഹരണം നൽകുകയുണ്ടായി. ബറാഹിൻ അഹമ്മദിയിൽ നിന്ന് ഈ ഒരു തബ്ലീഗ് തുടങ്ങുകയുണ്ടായി. തുടക്കം മുതൽ തന്നെ വിശുദ്ധ ഖുർആൻ്റെ സത്യത്തിൽ നിന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നബുവത്തിൻ്റെ സത്യതയിൽ നിന്നുമാണ് അവിടെ തുടങ്ങിയത്. ആ റഫാത്തിൻ്റെ മൈതാനിൽ നമ്മുടെ പ്രിയങ്കരനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയ ഒരു ശബ്ദം ചോദിക്കുകയുണ്ട്, ഹൽ ബല്ലഗ്തു ഹൽ ബല്ലഗ്തു ഹൽ ബഗ്തു. ഇന്ന് നിങ്ങൾ മുസ്ലിങ്ങളോട് ചോദിക്കുക, എന്താണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്ദേശം? അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ അല്ലാതെ മറ്റേതെങ്കിലും ജമാഅത്ത് ഇങ്ങനെയായ രീതിയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് മുഴു ലോകത്തും എത്തിക്കുന്നുണ്ടോ? അഹമ്മദിയ മുസ്ലിം ഒരു ഖുർആൻ നൽകുകയും 2 ഗ്രന്ഥം കൊടുക്കുക എന്നുള്ളത് അത് സന്ദേശം എത്തിക്കുക എന്നല്ല. അവിടുന്ന് പറയുന്നുണ്ട്, കിതാബല്ലാ വ സുന്നത്ത നബി, അതിൽ ആ ഒരു കൽപ്പനകളിൽ പ്രവർത്തിച്ചും കാണിക്കണം. ഇന്ന് എവിടെയെല്ലാം അഹമ്മദിയ മുസ്ലിം ജമാഅത്തുണ്ടോ എവിടെ പോയിട്ടും നിങ്ങൾ ചോദിച്ചുകൊള്ളുക, അവിടെ ശത്രുക്കൾ ഇത് തന്നെ പറയുന്നതാണ്. യഥാർത്ഥ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്നവർ അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തുകൾ അഹമ്മദികൾ മാത്രമാണെന്ന് പറയുന്നതാണ്. നിങ്ങൾ ആ മുസ്ലിങ്ങൾ നിങ്ങൾ പറയുന്നതാണ്. ഇസ്ലാമിനെ അവരവരുടെ വായിൽ സംസാരം കൊണ്ടും അതുപോലെ തന്നെ കർമ്മങ്ങൾ കൊണ്ടും അതിനെ പ്രവർത്തിക്കുന്ന സംഘം അത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാത്രമാണെന്ന്. ഹജ്ജിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ വർഷവും ഹജ്ജ് ഉണ്ടാകുന്നു. എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ, എത്ര ഫസദുകൾ ലോകത്തുണ്ട്. അവിടുന്ന് അവസാനം ചോദിക്കുകയുണ്ടായി, ഹൽ ബല്ലഗ്തു എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നും ആ ഒരു ചോദ്യമുണ്ട്. ഈ ഒരു കൽപ്പനയിൽ അനുസരിക്കുന്ന ഒരേ ഒരു ജമാഅത്ത് അത് അഹമ്മദ് മുസ്ലിം ജമാഅത്താണ്. ഖിലാഫത്തിൻ്റെ കീഴിൽ അത് ഈ സന്ദേശത്തെ ലോകത്തെ നിമ്പാടും എത്തിക്കുന്നു. ജസാക്കുമുള്ള തലാസുന ജസാ. അടുത്ത ചോദ്യം മൗലാന അത്താൽ മുജീബ് ലോൺ സാഹിബിനോടാണ്. ഖിലാഫത്തിൻ്റെ പ്രാധാന്യത്തെയും അനുഗ്രഹങ്ങളെയും സംബന്ധിച്ചുള്ള ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു തആല ബിൻ നസ്രിൽ അസീസിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എന്തൊക്കെയാണ്? ഖലീഫ ഹദരത്ത് മുസ്ലിം അൻഹു, ഇപ്പോഴത്തെ ഖലീഫ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അല്ലാഹു അസീസും ഇതിനെ സംബന്ധിച്ച് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഫിഷൻ പറയുന്നു,
ഖലീഫയെ അള്ളാഹുവാണ് നിയമിക്കുന്നത്. ഇത് സംബന്ധിച്ച് പറയുന്നു, ഖലീഫയെ മനുഷ്യനാണ് ഉണ്ടാക്കുന്നത് പറയുന്ന ആൾ തെറ്റാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു വളരെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് സംബന്ധിച്ച് പറയുന്നു. ഹുസൂർ പറയുന്നു, നബിയെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ്, ഖിലാഫത്തിൻ്റെ തെരഞ്ഞെടുപ്പും അള്ളാഹു സ്വയമാണ് നടത്തുന്നത്. ഒരു വ്യത്യാസം, നബിയെ അള്ളാഹു വെളിപാട് മുഖേനയാണ് നിയമിക്കുന്നു, ഖലീഫയെ വെളിപാട് മുഖേനയല്ല, മറിച്ച് ജനങ്ങൾ മുഖേനയാണ് അള്ളാഹു അത് നിയമിക്കുന്നത്. എന്നാൽ അത് അള്ളാഹു സ്വയം ചെയ്തതായിട്ടാണ് പറയുന്നത്. ഖലീഫത്തുൽ സാനി റളിയല്ലാഹു പറയുന്നു, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ്. ഖലീഫ ആരാണെന്നും നബിയാണെന്നുമുള്ള ആ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഹുസൂർ പറയുന്നു, ഖലീഫയെ മനുഷ്യനാണ് നിയമിക്കുന്നത് പറയുന്ന ആൾ കളവാണ് പറയുന്നത്. ഖലീഫ ഒരു സാധാരണ വ്യക്തിത്വമല്ല, അതൊരു ആകാശീയ വ്യക്തിത്വമാണ്, ഒരു ആത്മീയ വ്യക്തിത്വമാണ്. അത് അള്ളാഹു സ്വയം ഈ ലോകത്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഒരു ആഹ്വാനമുണ്ടാക്കുകയും അവർ മുഖേന ആ ഖലീഫ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഖലീഫത്തുൽ ഖാമിസ് അബ്ദുല്ല ബിൻ അസീസ് സംബന്ധിച്ച് പറയുന്നു. ഒരു ഉദ്ധരണി ഒരു ചോദ്യോത്തരത്തിൽ പറയുകയുണ്ടായി. ചില നിർദ്ദേശങ്ങൾ പറയാം. ഹുസൂർ പറയുന്നു, നമ്മളുടെ വിശ്വാസം ഖലീഫയെ അള്ളാഹു ആണ് സ്വയം നിയമിക്കുന്നത് എന്നുള്ളത്. ആ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുള്ള അതിലൊരു ഒരു കുറവുമില്ല. അതായത് മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും ഒരു കുറവ് അന്വേഷിക്കാൻ അവർക്ക് ലഭിക്കില്ല. ആ തെരഞ്ഞെടുപ്പിൽ ഒരു കുറവും ഉണ്ടാവുന്നില്ല. അള്ളാഹുവാണ് ആ വസ്ത്രം അവർ അണിയിക്കുന്നത്. ആ വസ്ത്രം അവരിൽ നയിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു ബലഹീന വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നു. മറ്റുള്ളവർ ചിലപ്പോൾ ഒരു ബലഹീനനെ കണ്ടേക്കാം, എന്നാൽ അള്ളാഹു അവരെ തിരഞ്ഞെടുക്കുകയും അവരിൽ തൻ്റെ പ്രതാപം വർഷിക്കുകയും അവരുടെ ആ അസ്തിത്വം അത് അള്ളാഹുവിൻ്റെ ആ വ്യക്തിത്വത്തിൽ അത് മറഞ്ഞു പോകുന്നു. അള്ളാഹു അവരെ എടുത്തുകൊണ്ട് തൻ്റെ മടിയിലിരുത്തുന്നു, തൻ്റെ സഹായങ്ങളും സഹകരണവും അവർക്ക് നൽകുന്നു. എല്ലാ അവസ്ഥയിലും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, പിന്തുണച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഖലീഫയുടെ വ്യക്തിത്വം, ആ പദവി, ആ സ്ഥാനം, ആ പരിശുദ്ധത. മുമ്പും പറയുകയുണ്ടായി, ആ ഖിലാഫത്തിനോടൊപ്പം വളരെയധികം അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളെ എന്ന് പ്രയോജനമെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്താണ് ഉത്തരവാദിത്തം? ഇത് സംബന്ധിച്ച് ധാരാളം സ്ഥലങ്ങളിൽ ഹുസൂർ അബ്ദുല്ല ബിൻ അസീസ് തൻ്റെ ഖുത്ബകളിലും പ്രഭാഷണങ്ങളിലുമെല്ലാം നമുക്ക് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളെ അതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ സാധിക്കുന്നത്? അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? എന്ത് കർമ്മങ്ങളാണ് നാം ചെയ്യേണ്ടത്? തൽഫലമായി ആ പരിശുദ്ധമായ അസ്തിത്വത്തിൽ നിന്നും വ്യക്തിത്വത്തിൽ നിന്നും നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുക. അനുസരണത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി, അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അടിസ്ഥാനപരമായ കാര്യം അനുസരണം, അത് ഉന്നതമായ ഒരു നിലവാരത്തിലാണ് നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ മനസ്സിലോ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ ചിന്തയിലോ പോലും ആ അനുസരണക്കേട് ഉണ്ടാകരുത്. സൂറ നൂറിൽ ആയത്ത് ഇസ്തിഖലാഫിൽ അവസാനം പറയുണ്ടായി, വമൻ കഫറ ബഅദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആ ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ആരാണോ അനുസരണക്കേട് കാണിക്കുന്നത് അവർ ഫാസിക്കായിരിക്കും, ദുഷ്കർമ്മികളായിരിക്കും. അവർ ഖിലാഫത്തിൽ നിന്നല്ല അള്ളാഹുവിൽ നിന്ന് പോലും അകറ്റപ്പെടുന്നു. അനുസരണം, അതിൻ്റെ ആ നിലവാരം, അതിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് നാം എത്തിക്കേണ്ടതാണ്. ചില ഉദ്ധരണികൾ കൂടി ഞാൻ ഹുസൂർ അബ്ദുല്ല അസീസിൻ്റെ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അവസരത്തിൽ ഹുസൂർ പറയുന്നു, ഖലീഫ അതിൻ്റെ വ്യവസ്ഥിതി മുന്നിൽ നാം ഒരു നിബന്ധനയായി പറയുകയാണ്, ഖിലാഫത്തിനും ആ വ്യവസ്ഥിതിക്ക് മുന്നിൽ നാം എപ്പോഴാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? എന്നാൽ അല്പം പോലും നമ്മുടെ ഒരു അഹങ്കാരം ഉണ്ടാകരുത്, നമ്മുടെ സ്വന്തം ഒന്നും തന്നെ ഉണ്ടാകരുത്. ഈ ഇന്നത്തെ പ്രഭാഷണം സംബന്ധിച്ച് കൗസർ സാഹ് പറയുകയുണ്ടായി, ഹുസൂർ മത്സ്യശൂരയുടെ സംബന്ധിച്ച് പറയുകയുണ്ടായി, പ്രത്യേകിച്ച് ഹുസൂർ എടുത്ത് പറയുകയുണ്ടായി,
ഞാൻ എന്നുള്ളൊരവസ്ഥ പരിപൂർണമില്ലാതാക്കുക. ഏതുവരെ ആ ഞാൻ എന്നുള്ള ഇല്ലാതാകുന്നില്ലയോ അതുവരെ നമുക്ക് ഖിലാഫത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അതിൽ പ്രയോജനമെടുക്കാൻ സാധിക്കില്ല. ഹുസൂർ പറയുന്നു, അഹങ്കാരത്തിൻ്റെ അല്പം പോലും ഒന്നും ഉണ്ടായിരിക്കരുത്, അല്പം പോലും ഒരു അംശം ഉണ്ടായിരിക്കരുത്. ഈ അഹങ്കാരത്തിൻ്റെ വിഗ്രഹം അത് ഉടച്ചു കളയേണ്ടതാണ്. കാരണം അത് പിന്നീട് ഖലീഫയ്ക്ക് എതിരായി നിലനിൽക്കുന്നതാണ്. പിന്നീട് അത് നബി തിരുമേനി മസീഹ് ഇസ്ലാമിനും പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമും എതിരായി അത് നിലകൊള്ളുന്നതായിരിക്കുന്നതാണ്. പിന്നീട് അള്ളാഹുവിനെ എതിർക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. ഞാൻ വലിയൊരു ആളാണെന്നുള്ള ചിന്ത ഉണ്ടായിത്തീരുന്നു. പിന്നീട് അവൻ ശിർക്ക് ചെയ്യുന്നവന് വിഗ്രഹാരാധനകനായി മാറുന്നു. നാം വളരെയധികം ചിന്തിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ. ആ ഹുസൂർ പറഞ്ഞ കാര്യത്തിൽ ഹുസൂർ പറയുന്നു, കാലത്തിൻ്റെ ഖലീഫയുമായി എപ്രകാരമുള്ള സ്നേഹബന്ധം ഉണ്ടാകേണ്ടത് പറയുന്നു. ഈ ഖിലാഫത്തുമായി പരിപൂർണമായ ആത്മാർത്ഥയോടു കൂടിയുള്ള അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒരു ബന്ധം ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരു വികാരത്തെ അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ സ്നേഹത്തിൻ്റെ ആ വികാരം എത്രത്തോളം വളർത്തണമെന്നാൽ ആ ഒരു ബന്ധത്തിന് മുന്നിൽ മറ്റ് എല്ലാ ബന്ധങ്ങളും ഒന്നുമല്ലാതായി തീരണം. അനുസരണത്തിന് അനിവാര്യമായ കാര്യമാണത്. ആ സ്നേഹത്തിന് ഈ ഒരു നിലവാരത്തിൽ എത്താത്തവരെ നമുക്ക് അത് കരസ്ഥമാക്കാൻ സാധ്യമല്ല. ഹുസൂർ പറയുന്നു, ആ ബന്ധം ഈ സ്നേഹത്തിന് എതിരിൽ മറ്റ് എല്ലാ ബന്ധങ്ങളും അത് ഒന്നുമല്ലാതായിത്തീരുന്ന അവസ്ഥ വരണം. അത് നമ്മുടെ മനസ്സിലോ നമ്മുടെ ചിന്തകളിലോ ഹൃദയത്തിലോ എവിടെയും ഉണ്ടാകരുത് അങ്ങനെയുള്ളത്. അപ്പോഴും മാത്രമേ നമുക്ക് ആ അനുഗ്രഹങ്ങളെയും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. പല ഇത്തിബാസ് ഞാൻ ഉദാഹരണം നോട്ട് ചെയ്തിരുന്നു. 1-2 മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ തഖ്വയിൽ ചരിച്ചുകൊണ്ട് കാലത്തിൻ്റെ ഖലീഫയോട് അനുസരണമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ഖിലാഫത്തിനോടും അഹമ്മദിയത്തിനോടും അനുസരണം നിങ്ങൾ കൈവരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ശാശ്വതമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ അവകാശത്തിലായിത്തീരുന്നതായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ അനുഗ്രഹം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിങ്ങളുടെ ഭൗതികമായി നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ ഭയത്തെ നിങ്ങളുടെ സമാധാനത്തിലേക്ക് മാറ്റുന്നതായിരിക്കും. അതിന് വിശ്വാസവും സൽക്കർമ്മങ്ങളും നിബന്ധനയാണ്. ഖലീഫ വ്യക്തിയുടെ ശബ്ദത്തിന് നിങ്ങൾ ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിങ്ങൾ തയ്യാറായി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് കരസ്ഥമാകുന്നതാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും. ഈ ചില ഞാൻ ഉദ്ധരണികൾ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ ഉദ്ധരണികളിൽ ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളെയും ഹുസൂർ നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളുമെല്ലാം നാം ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഇത് ആവശ്യമാണ്. അത് നാം ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മുടെ ഹൃദയം തുറന്നു വെക്കുക, ഹുസൂറിൻ്റെ കാര്യങ്ങളും കേൾക്കുക. തീർച്ചയായിട്ടും അല്ലാഹു നമുക്ക് അതിൽ നിന്ന് പ്രയോജനം കൊണ്ടായിരിക്കുന്നതായിരിക്കാണ്. ജസാക്കുമുല്ലാഹു ഹുസ്നുൽ ജസാ. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഉദ്ധരണി അവതരിപ്പിക്കുകയാണ്. ഹസ്രത്ത് മസീഹി മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ടവരെ, എതിരാളികളുടെ നിരർത്ഥകങ്ങളായ 2 ആഹ്ലാദങ്ങളെ തകർക്കുന്നതിന് വേണ്ടി തൻ്റെ സനാതന നടപടി അനുസരിച്ച് ഇപ്രകാരം അള്ളാഹു 2 വിധം ദിവ്യശക്തികൾ പ്രകടമാക്കുന്നു. ആയതിനാൽ ഇനി അള്ളാഹു തൻ്റെ സനാതനമായ നടപടിക്രമം ഉപേക്ഷിച്ച് കളയുമെന്നത് സംഭവ്യമല്ല. അതിനാൽ ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കാരണം നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരുമാകരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് 2ാമത്തെ ദിവ്യശക്തി പ്രഭാവം ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. അതിൻ്റെ ആഗമനം നിങ്ങൾക്ക് ഗുണകരമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിൻ്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഞാൻ പോകാത്തിടത്തോളം 2ാമത്തെ ദിവ്യശക്തി വരാൻ സാധ്യമല്ല. ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി 2ാം ദിവ്യശക്തി അയക്കും. ബറാഹിൻ അഹമ്മദിയയിലെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമനുസരിച്ച് അതെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അൽ വസിയത്ത് പേജ് 11. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല ഈ വിഷയത്തെ സംബന്ധിച്ച് അടുത്ത ആഴ്ചയും ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ നിങ്ങൾ
നിങ്ങൾക്ക് അനുവാദം തരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया